ബഹുമാനപ്പെട്ട അബ്ദുൽ ലത്തീഫ് അൽ മദനി ഉസ്താദ് അള്ളാഹുവിൻ്റെ പരിശുദ്ധമായ മസ്ജിദിൽ വാങ്ക് വിളിച്ചുകൊണ്ടിരിക്കെ ഈ ലോകത്തോട് വിട പറഞ്ഞിരിക്കുകയാണ്. ആ കുടുംബത്തെ സംബന്ധിച്ചിടത്തോളം വലിയ ദുഃഖമുള്ള വാർത്തയാണെങ്കിലും മദനി ഉസ്താദിന് ലഭിച്ച വലിയ തൗഫീഖിനെ കുറിച്ചൊന്ന് ആലോചിച്ചു നോക്കിയേ. കുഞ്ഞുനാളിൽ അള്ളാഹുവിൻ്റെ നൂറാകുന്ന ഇൽമ പഠിക്കുന്നൊരു മുതഅല്ലിമായി വർഷങ്ങളോളം നീണ്ടുനിന്ന ജ്ഞാനസബരിയിലൂടെ ദർസ് പഠനം പൂർത്തീകരിച്ചു. വീണ്ടും 1-2 വർഷം ഉപരിപഠനാർത്ഥം അള്ളാഹുവിൻ്റെ ഇൽമ പഠിക്കുകയും ആ പഠിച്ചതെല്ലാം മറ്റുള്ളവരിലേക്ക് പകർന്നു നൽകുകയും അള്ളാഹുവിൻ്റെ മസ്ജിദിൽ തന്നെ വാങ്ക് വിളിക്കുന്ന സേവനം അനുഷ്ഠിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്നു. വാങ്ക് വിളിക്കുന്നതിൻ്റെ മഹത്വം എത്രമേൽ പുണ്യമുള്ളതാണെന്ന് നമ്മളൊക്കെ ഹദീസുകളിൽ നിന്ന് മനസ്സിലാക്കിയവരാണ്. ഒരു മുഅദ്ദിനെ സംബന്ധിച്ചിടത്തോളം ജമാഅത്തായിട്ട് നിസ്കരിക്കുമ്പോൾ എവിടെയാണ് മുഅദ്ദിൻ നിൽക്കാറുള്ളത്? ഇമാമിൻ്റെ തൊട്ടുപിറകെയാണ് നിൽക്കാറുള്ളത്. അതിൻ്റെ മഹത്വങ്ങൾ നമുക്കറിയാം. അങ്ങനെ ആ മസ്ജിദിൽ വെച്ച് തന്നെ വാങ്ക് വിളിച്ചുകൊണ്ടിരിക്കെ കലിമയുടെ പദങ്ങൾ ഉറക്കെ ഉച്ചരിച്ച് അള്ളാഹുവിൻ്റെ റഹ്മത്തിലേക്ക് യാത്രയായിരിക്കുകയാണ്. വലിയ സൗഭാഗ്യമല്ലേ അത്? കണ്ടവർ, കേട്ടവർ, കാണുന്നവർ, അറിയുന്നവർ എല്ലാവരും ഒന്നടങ്കം പറയുന്നു, എന്തൊരു മരണം, നല്ല മരണം, ഇങ്ങനെയുള്ള മരണമാണ്, ആരും കൊതിച്ചു പോകുന്ന മരണം. അള്ളാഹു നമ്മുടെയൊക്കെ ആഖിബത്ത് നന്നാക്കി തരട്ടെ. വുളൂയോടുകൂടെയുള്ള സമയം, ഇഅ്തികാഫിൻ്റെ നിയ്യത്തോടുകൂടെയുള്ള സമയം, അള്ളാഹിൻ്റെ പള്ളിയിലേക്ക് 5 വഖത്ത് ഫർള് നിസ്കാരത്തിന് മുഅ്മിനീങ്ങളെ ക്ഷണിക്കുന്നു, വിളിക്കുന്നു, എന്നിട്ട് അള്ളാഹുവിൻ്റെ റഹ്മത്തിലേക്ക് യാത്രയാകുന്നു. ഇങ്ങനൊരു മരണം ഇനി കിട്ടാനുണ്ടോ? അത്രമേൽ വലിയ സൗഭാഗ്യം ലഭിച്ചിരിക്കുന്നു മദനി ഉസ്താദിന്. ആ കുടുംബത്തിന് അള്ളാഹു വലിയ ക്ഷമ നൽകട്ടെ. അവരുടെ ദറജന് അള്ളാഹു ഉയർത്തി കൊടുക്കട്ടെ. നമ്മുടെയൊക്കെ ആഖിബത്തും റബ്ബ് സുബ്ഹാനഹു വ തആല നന്നാക്കി തരട്ടെ. മരണം ഖൈറാകുന്ന സമയം കാമിലായ ഈമാനോടുകൂടെ കലിമത്ത് തൗഹീദിൻ്റെ പദം ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നുറക്കെ ഉച്ചരിച്ച് സ്വാലിഹീങ്ങളൊക്കെ മരണപ്പെട്ടതുപോലെ അള്ളാഹുവിൻ്റെ റഹ്മത്തിലേക്ക് യാത്രയാവാൻ റബ്ബ് നമുക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ.